friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ് S21 സീരീസിലെ ഏറ്റവും ലോവർ എൻഡ് വേരിയൻ്റ് ആയ സാംസങ് ഗാലക്സി S21 ആണ്. അപ്പോൾ നമ്മൾ ഈ ചാനൽ ഓൾറെഡി സാംസങ് ഗാലക്സി S21 അൾട്രേൻ്റെ അൺബോക്സിങ് ചെയ്തേണ്ടായി. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. S21 അൾട്ര എന്താ പറയുക ടോപ്പ് ഓഫ് ദ ലൈൻ ഡിവൈസാണ്. 1 ലക്ഷത്തിന് മുകളിലാണ് പ്രൈസിങ്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 69,999, അതായത് 70,000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസിംഗ് വരുന്നത്. ഇതിനകത്ത് ആക്ച്വലി പറയുക വെച്ചാൽ S20 സീരീസ് ആയിട്ട് ഇത് ഡൗൺ ഗ്രേഡ് ആണ്. ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ AMOLED ഡിസ്പ്ലേ ആണ്, 120 Hz റിഫ്രഷ് റേറ്റ്, Exynos 2100 ഒക്ടോകോ പ്രോസസ്സറാണ് ഇന്ത്യയിൽ വരുന്നത്. 5 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. അതേപോലെ തന്നെ 4000 mAh കപ്പാസിറ്റി ബാറ്ററിയും ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ One UI ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് പേർപ്പിൾ വേരിയൻ്റ് ആണ്. ഇപ്പോൾ കണ്ടില്ലേ, S പേർപ്പിൾ കളറിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന റാമും ഇത് 8GB റാമും 128 GB സ്റ്റോറേജുമാണ് നമ്മുടെ കയ്യിലുള്ള ബോക്സ് പാക്കേജ്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ക്വിക്കായ അൺബോക്സിംഗ് ആണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സാംസങ് ഗാലക്സി S21 5G വേരിയൻറ്റിലെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് S21 5G വേരിയൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പേർപ്പിൾ കളറാണ്, അതുകൊണ്ടാണ് S പേർപ്പിളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പേർപ്പിൾ വേരിയൻ്റ് ആണ് കുറച്ചൊരു യുണീക്കായ ഒരു S21 സീരീസിലെ സ്മാർട്ട് ഫോൺ. ഇത് S21ലും S21 പ്ലസിലും മാത്രമേ പേർപ്പിൾ കളറുള്ളൂ. കാരണം ബാക്കി എല്ലാത്തിലും, അതായത് S21 അൾട്രയിൽ ബ്ലാക്ക് ആൻഡ് സിൽവർ മാത്രമേ ഉള്ളൂ. ഇത് 5G വേരിയൻ്റ് ആണ് S21. ഇതിലും Exynos 2100 ഒക്ടോകോ പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 8GB റാമും 128 GB സ്റ്റോറേജുമാണ്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 69,999, അതായത് 70,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസിംഗ് വരുന്നത്. അപ്പോൾ ഇതിനകത്തും സിം ഇജക്റ്റ് പിന്നും മറ്റേ മാനുവലും വാറൻറ്റിയും മാത്രമേ ഉള്ളൂ. അതായത് വീണ്ടും നമുക്കിവിടെ ഇത് കിട്ടുന്നില്ല, ചാർജർ കിട്ടുന്നില്ല. അപ്പോൾ സെയിം ആസ്പെക്റ്റ് തന്നെയാണ് വരുന്നത് S21ലും S21 പ്ലസിലും. അപ്പോൾ ഇതിലും ചാർജർ ഇല്ല, സിം ഇജക്റ്റ് പിന്നും മാനുവലും അതേപോലെ തന്നെ കേബിൾ USB Type-C കേബിളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വിക്കലി ഇത് ബോക്സ് തുറക്കാം. ഇത് ആക്ച്വലി സീൽഡ് ബോക്സ് ആണ്. S21 അൾട്ര നമ്മൾ സീൽഡ് ആയിരുന്നില്ല, പക്ഷേ ഇത് സീൽഡ് ബോക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറക്കാം. സാംസങ് ഗാലക്സി S21 5G വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഡിവൈസ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് കുറച്ചും കൂടെ സ്മോളർ ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ഇത്തവണ ഇതിനകത്ത് ഫുൾ HD ആണ് വരുന്നത്, ക്വാഡ് HD അല്ല. ഇത് ആക്ച്വലി ഒരു ഡൗൺ ഗ്രേഡ് ആണ്. ശരിക്കും പറയുക ഇത് ഡൗൺ ഗ്രേഡ് ആണ്, അപ്ഗ്രേഡ് അല്ല, ഇത് ഡൗൺ ഗ്രേഡ് ആണ്. അപ്പോൾ ഇതാണ് ഡിവൈസ്. അപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിക്കർ പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്കൊരു പ്ലാസ്റ്റിക് അതാണ്. ഇതൊരു ഗ്ലാസ് അല്ല, ആക്ച്വലി ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ വീണ്ടും ഒരു ഡൗൺ ഗ്രേഡാന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പീൽ ഓഫ് ചെയ്തെടുക്കാം. ആണല്ലേ, ഇത് നമുക്ക് ക്യാമറേൻ്റെ മുകളിലുള്ള പ്രൊട്ടക്റ്റീവ് ഫിലിമും പീൽ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ സ്റ്റിക്കറും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി S21 പേർപ്പിൾ കളറ്. വളരെ ഒരു മനോഹരമായ കളറാണ് ആക്ച്വലി. ഇതുണ്ടല്ലേ, ഒരു ഗോൾഡൻ ഫിനിഷും പേർപ്പിൾ കളർ, അതുകൊണ്ട് തന്നെ വളരെ ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നി. പിന്നെ ഇവിടെ പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. താഴത്ത് സിം ട്രേ ആണ് വരുന്നത്, USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. കുറച്ച് ആക്ച്വലി ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാം കേട്ടോ. വളരെ ഇതൊരു ഹെവി ഡിവൈസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, ഗ്ലാസ് അല്ലാത്തതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ അതേപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് സ്ക്രാച്ച് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. പിന്നെ ഒരു പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസ്. നമുക്കൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് കൂടി നോക്കാം. അപ്പോൾ ബോക്സിനകത്ത് വരുന്നത് ഒരു USB Type-C കേബിളാണ്, സ്റ്റാൻഡേർഡ് Type-C കേബിളാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് മാനുവലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തും ചാർജർ വരുന്നില്ല. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കാണാം, വാറൻറ്റി ഇൻഫർമേഷൻ, റീജിയൻ ലാംഗ്വേജ് ഗൈഡ്, അങ്ങനെ ബേസിക് ഗൈഡ്സ് ആണ് വരുന്നത്. സിം ഇജക്റ്റ് പിന്നും സിം ട്രേയും എല്ലാ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് 3.5mm ഓഡിയോ ജാക്കില്ല, അത് നേരത്തെ തന്നെ ഇല്ലാത്തതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് Type-C വെച്ചിട്ടുള്ള ഇയർഫോൺസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്കിൽ നമുക്ക് കാണാം ഒരു സിം ഇജക്റ്റ് പിന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് ഡിവൈസിൻ്റെ വിശേഷങ്ങളും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചു വയ്ക്കാം.
അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണുന്നത് ഒരു ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ആക്ച്വലി ഫോം ഫാക്ടർ വളരെ കോമ്പാക്റ്റ് ആണ്. അതൊരു സ്മോളർ ഡിസ്പ്ലേ ആണ്. നോട്ട് അൾട്രേൻ്റെ അത്ര വരുന്നില്ല, സ്മോളർ ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോമ്പാക്ട് ഫോം ഫാക്ടർ ഉണ്ട്. ഇൻഫാക്ട് തിക്നെസ്സും വളരെ സ്മോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ UI നോക്കുകയാണെങ്കിൽ നമുക്ക് 1 UI ആണ് വരുന്നത്. Android 11 ആണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് അബൌട്ട് ഫോണിൽ പോകാം. അപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ആൻഡ്രോയിഡ് 11 1 UI 3.1 ആണ് വരുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് എന്ന് പറഞ്ഞാൽ December 2020 ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. നമുക്കിവിടെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഡിസ്പ്ലേ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ്സും അഡാപ്റ്റീവ് മോഷൻ അഡാപ്റ്റീവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് 60 Hzലേക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓവറോൾ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. സാംസങ്ങിൻ്റെ 1 UI 3.1 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാമറയെക്കുറിച്ചൊന്ന് പറയാം. ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ഒരു പ്രൈമറി 12 MP ക്യാമറയാണ്. അതേപോലെ തന്നെ ഒരു 64 MP ടെലിഫോട്ടോ ലെൻസും ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു 10 MP സെൽഫി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാമറ UIയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കാണാം. 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ഫുൾ HD ഓട്ടോ മോഡുണ്ട്. അതേപോലെ തന്നെ 8K at 24 FPS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഇതിനകത്തും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാടധികം മോഡ്സും കാണാം നിങ്ങൾക്ക്. ഒരുപാട് അഡീഷണൽ മോഡ്സും ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സാംസങ് ഗാലക്സി S21 എടുത്ത ക്യാമറ സാമ്പിൾസ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയ ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുന്നത് ഇതിനകത്ത് വരുന്നത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ചാർജർ ഇല്ല, അഡാപ്റ്റർ ഇല്ല. അതിന് പകരം നമ്മൾ സെപ്പറേറ്റ് അഡാപ്റ്റർ വാങ്ങണം. ഇതിനകത്ത് 25 watt ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അതേപോലെ തന്നെ വയർലെസ് ചാർജിങ്ങും ഇൻക്ലൂഡഡ് ആണ്. IP റേറ്റിംഗ് എല്ലാം തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി S21 5G വേരിയൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. നമ്മൾ പേർപ്പിൾ വേരിയൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്തത്. ഇതിന് പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 69,999 രൂപയാണ്. 8GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി S21 5G വേരിയൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.